ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പ്രധാനപ്പെട്ട അപ്ഡേഷനാണ് ചെയ്യുന്നത്. കാരണം ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് സിബിൽ കൂട്ടാൻ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സിബിൽ ഇല്ലാതെ പേഴ്സണൽ ലോൺ കിട്ടുന്ന ആപ്ലിക്കേഷൻ ഏതാണ്, അങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമുക്കൊരു പേഴ്സണൽ ലോൺ വേണമെങ്കിൽ ഇപ്പോൾ ഉദാഹരണം എടുത്താൽ ബജാജ് ഫിൻസർവിൽ നമുക്ക് 780 സിബിൽ സ്കോർ വേണം. പേഴ്സണൽ ലോൺ മാത്രമല്ല, അവരുടെ ഏത് പ്രോഡക്ട്സും, ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിസിനസ് ലോൺ ആയിക്കോട്ടെ, 750 ആണ് അവരുടെ മിനിമം സിബിൽ സ്കോർ. HDFC ബാങ്കും ICICI ബാങ്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു 680 ആ ഒരു റേഞ്ചിലാണ് വേണ്ടത്. ലാസ്റ്റ് 1 ഇയറിൽ അവർ ചെക്ക് ബൗൺസോ EMIയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ലോൺ തരില്ല. അപ്പോൾ അങ്ങനെ പല എന്താ പറയുക റൂൾസ് ആൻഡ് റെഗുലേഷൻസും അവരുടെ ആ ഒരു ലോൺ പ്രോസസ്സ് ചെയ്യുന്നതിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് സിബിൽ ഇല്ലാത്തവർക്ക്, ഏകദേശം ഒരു 450 സിബിൽ സ്കോർ ഉള്ളവർക്ക് നിങ്ങൾക്ക് സിബിൽ സ്കോർ കൂട്ടാനും ലോൺ എടുക്കാനും പറ്റിയ കിടിലം ആപ്പിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു ആപ്പിനെ കുറിച്ച് അങ്ങനെയുള്ളൊരു കിടിലം ആപ്പാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. കാരണം ഇതിൽ ആദ്യമേ ചെറിയ എമൗണ്ടേ കിട്ടുള്ളൂ, സിബിൽ കുറവുള്ളവർക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും. അതിനുശേഷം നിങ്ങൾ എടുത്ത ഒരു 5ാമത്തെ സ്റ്റെപ്പൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കൊരു 40,000 50,000 ആ റേഞ്ച് ആകും. ഇപ്പം മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ലോൺ അല്ല. ലോൺ കിട്ടും, ഓക്കെ, അത് ചെറിയ എമൗണ്ട് ആയിരിക്കും, പക്ഷേ നിങ്ങളുടെ സിബിൽ തീർച്ചയായിട്ടും കൂട്ടാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ 2 ആപ്പ് ചെയ്യുന്നുണ്ട്. 2 എന്താ പറയുക സിബിൽ കൂട്ടാൻ പറ്റിയ കിടിലം ഓപ്ഷൻസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ബ്രാഞ്ച് തന്നെയാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അതുവഴി നിങ്ങൾ ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മുമ്പ് പറയുന്ന പോലെ നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ കാര്യങ്ങൾ കൊടുക്കുക. ഞാൻ വെറുതെ എന്താ പറയുന്നത്, ഞാൻ എൻ്റെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഊഹം വെച്ചുകൊണ്ട് ചെയ്യുന്നതല്ല. ഒരുപാട് സുഹൃത്തുക്കൾ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട് സിബിൽ കുറവുള്ള. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. 450 ഈവൻ 400 ർക്ക് പോലും ഇതിൽ നിന്ന് ലോൺ ചെറിയ എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഒരു 6 മാസം കഴിയുമ്പോൾ അവർക്ക് ഏത് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡും ഏത് ബാങ്കിൻ്റെ പേഴ്സണൽ ലോണും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യമേ ബ്രാഞ്ചിൻ്റെ ഓപ്ഷൻ നമുക്കൊന്ന് നോക്കാം. ഇത് ഞാൻ മുമ്പ് ലോൺ എടുത്ത കേസാണ്. 2,500 രൂപ ആദ്യം എടുത്തു, അത് അടച്ചിട്ടുണ്ട്. പിന്നെ 4,000 കിട്ടിയിട്ടുണ്ട്, അത് അടച്ചിട്ടുണ്ട്. പിന്നെ മെയ് 29 2024 8,000 എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പേയ്മെൻറ്റ് ഞാൻ ഇവിടെ അടച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ പേയ്മെൻറ്റ് എത്രയെന്ന് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ബ്രാഞ്ച് നല്ലൊരു ഓപ്ഷനാണ്. സിബിൽ ഇല്ലാത്തവർക്ക് കിടിലമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് പോവുക. അതിനുശേഷം ആ കൊടുത്തിരിക്കുന്ന കോഡ് നിങ്ങളവിടെ എന്താ പറയുന്നത് ഇൻവൈറ്റിംഗ് കോഡ് കൊടുക്കുക. ഇൻവൈറ്റിംഗ് കോഡ് ണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രോസസ്സിംഗ് ഫീസ് കട്ട് ചെയ്യില്ല. FIROS 6BF എന്നാണ് ഇൻവൈറ്റിംഗ് കോഡ്. അവിടെ ഒരു ബോക്സ് വരെ നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പോകുന്ന സമയത്ത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രോസസ്സിംഗ് ഫീസ് കട്ട് ചെയ്യില്ല. ബാക്കി ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ഫില്ല് ചെയ്യുക. എന്താണ് പർപ്പസ്, അത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ഇപ്പോൾ ഹൗസ് റിനോവേഷനോ മാരേജോ ഇത് രണ്ടിലും കൊടുക്കുക. വർക്ക് ചെയ്യുന്ന കമ്പനി, ഏതെങ്കിലും ഒരു കമ്പനി, നിങ്ങൾ ഈവൻ എന്താ പറയുന്നത് വർക്ക് ചെയ്യാതിരിക്കട്ടെ, ഫ്രീലാൻസേഴ്സ് ആയിക്കോട്ടെ, ഒരു ജോലിയില്ലാത്തവനായിക്കോട്ടെ, നിങ്ങളൊരു നല്ലൊരു കമ്പനി കൊടുക്കുക. സാലറിഡ് ആണെന്ന് കൊടുക്കുക. ഇന്ന ഡേറ്റിലാണ് സാലറി കിട്ടുന്നത് കൊടുക്കുക. മാരീഡ് ആണെന്ന് ചോദിച്ചാൽ മാരീഡ് തന്നെ കൊടുക്കുക. അതെല്ലാം ക്ലിയർ ആയിട്ട് കൊടുക്കുക. ഓക്കെ, അല്ലാതെ നിങ്ങൾ വെറും സെൽഫ് എംപ്ലോയീസ് എന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ റിജക്റ്റ് ചെയ്ത് കളയും ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ. ഞാൻ മുമ്പ് എല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഫില്ല് ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങൾ അതെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോ ഡെബിറ്റ് ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ പോയതിനു ശേഷം ഓട്ടോ ഡെബിറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓട്ടോ ഡെബിറ്റ് എന്ന ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡേറ്റിൽ നിന്ന് ആ ഡേറ്റ് ആകുമ്പോൾ നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് കട്ട് ചെയ്യും. ഇല്ലാത്തവർ നേരിട്ട് അടച്ചാലും മതി, കുഴപ്പമില്ല. ഞാൻ ഡയറക്റ്റായിട്ടാണ് പേ ചെയ്യുന്നത്. എന്തെങ്കിലും മറന്നുപോയാൽ പിന്നെ അവർ തന്നെ കട്ട് ചെയ്തെടുത്തോളും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ബ്രാഞ്ചിൽ നിന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, കാരണം ഒരു 300 സിബിൽ സ്കോറിലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ബ്രാഞ്ച് തരില്ല. അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുത്ത് ഇതുവരെയും ഒരെണ്ണം പോലും അടച്ചില്ല എന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് തരില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, നിങ്ങൾക്ക് സിബിൽ കൂട്ടണം എന്നാൽ നമ്മുടെ മനസ്സിലൊരു എന്താ പറയുക സ്ട്രോങ് ഡിസിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉടായ്പുമില്ലാത്ത മാഗ്നറ്റ് ക്രെഡിറ്റ് കാർഡുണ്ട്. സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡാണ്. അപ്ലൈ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ അങ്ങോട്ട് FD ഇട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. 5,000 രൂപ നിങ്ങൾക്ക് ഇടാൻ സാധിക്കും. ഈ 5,000 രൂപ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ 90%, 5,000ൻ്റെ 90 എന്ന് പറയുമ്പോൾ 4,500 രൂപ നിങ്ങൾക്ക് ക്രെഡിറ്റ് ലിമിറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പർച്ചേസ് ചെയ്യാം, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാം. പിന്നെ ഇതും എടുത്തിട്ട് ഇതിലും നിങ്ങൾ ഡ്യൂ ഒന്നും വരുത്തി വെക്കരുത്. പിന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൽ കിട്ടുന്ന എല്ലാ ഓഫറും നിങ്ങൾക്ക് കിട്ടും. എന്താ പറയുന്നത്, buy 1 get 1 ഫ്രീ, ഫ്യൂൽ സർചാർജ് വേഴ്സ്, ഡിസ്കൗണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്രെഡിറ്റ് കാർഡിൽ കിട്ടുന്ന കാര്യങ്ങളെല്ലാം കിട്ടും. നിങ്ങൾക്കത് റെഡീം ചെയ്തെടുക്കാം. നല്ലൊരു ഓപ്ഷനാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ എന്താ പറയുക ഡിസ്ക്രിപ്ഷനിൽ 2ാമതായിട്ട് കൊടുത്തിരിക്കാം. ഫസ്റ്റ് ബ്രാഞ്ചിൻ്റെത് ബ്രാഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ആ ഇൻവൈറ്റിംഗ് കോഡ് മാക്സിമം കൊടുക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്രോസസ്സിംഗ് ഫീസ് കുറഞ്ഞ് കിട്ടും.
ഇവിടെ നമുക്ക് ഈ മാഗ്നറ്റ് ക്രെഡിറ്റ് കാർഡ്, സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് രണ്ടാമത് ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ മാഗ്നറ്റിക് ക്രെഡിറ്റ് കാർഡിൻ്റെ ആ ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ഓപ്ഷൻ നിങ്ങൾ പോകും. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ ഓപ്ഷൻ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ OTP കിട്ടും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ലിങ്ക്, മാഗ്നറ്റിക് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് ഗെറ്റ് മാഗ്നറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. ലൈഫ് ടൈം ഫ്രീ, റിവാർഡ്സ്, ക്യാഷ് ബാക്ക്, വെൽക്കം ബെനിഫിറ്റ്, അതിൻ്റെ ഫ്യൂവൽ സർചാർജ് വേവർ, മൂവി ഡൈനിങ് ഓഫേഴ്സ് എന്തൊക്കെ കിട്ടും, എല്ലാം വായിച്ച് നോക്കാം. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വലിയ സിമ്പിൾ മീൻസ് അപ്ലൈ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. നിങ്ങൾ ആധാർ കാർഡും പാൻ കാർഡും കുറച്ച് വിവരം കൊടുത്താൽ മതി. ഞാനിതിൽ നിന്ന് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്, പേരും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഇന്നോ നാളെയോ ഞാൻ ചെയ്യാം. മീൻസ് എനിക്കിത് ചെയ്യണം. പിന്നെ ഓൾറെഡി ഞാൻ 2 ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ 5000 രൂപ ഇവിടെ നമ്മൾ ഇട്ടാൽ 4500 രൂപ നിങ്ങൾക്ക് എന്താ പറയുന്നത് നിങ്ങൾക്ക് ക്രെഡിറ്റ് ലിമിറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫിസിക്കൽ കാർഡ് കിട്ടും, വേണമെങ്കിൽ ഡിജിറ്റലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും ബെസ്റ്റ് ഓപ്ഷൻസാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ നിങ്ങൾ ബ്രാഞ്ച് യൂസ് ചെയ്യുക, അത് കഴിവതും ബ്രാഞ്ചിൽ തന്നെ കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാഗ്നറ്റ് സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡിൽ യൂസ് ചെയ്യുക. സിബിൽ സ്കോർ കൂട്ടണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രം. ഇല്ലാത്തവർക്ക് എനിക്കൊന്നും പറയാനില്ല. കാരണം ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ആവശ്യം നിങ്ങൾക്ക് വരും. ഞാൻ മാരേജ്, ഹൗസ് റിനോവേഷൻ, അല്ലെങ്കിൽ ലോൺ അഗെയിൻസ്റ്റ് എന്തെങ്കിലും പ്രോപ്പർട്ടി, നിങ്ങൾക്കൊരു വണ്ടി വേണം, അല്ലെങ്കിൽ ഒരു ടാക്സി എടുക്കണം, ഇത് എല്ലാത്തിനും എന്താ പറയുന്നത് ഇത് നമുക്ക് സിബിൽ ഉണ്ടായാൽ പറ്റുള്ളൂ. അപ്പോൾ ഏത് ആവശ്യത്തിനും, ഒരു കല്യാണ ആവശ്യത്തിന് സിബിൽ വേണം. നമ്മൾ വെറുതെ 2 ലക്ഷം 3 ലക്ഷം ഓരോരുത്തടുത്ത് ചോദിച്ച് അത് തരില്ല, നാണക്കേടുമാവും. അങ്ങനെ അതിൻ്റെക്കാട്ടി നല്ല ഓപ്ഷൻസ് നമുക്ക് ഇങ്ങനെ സിബിൽ കൂട്ടിയെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് മാക്സിമം യൂസ് ചെയ്യുക. നല്ലൊരു ഓപ്ഷനാണ്, ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.